വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ വായിക്കുന്നത് അയനയാണ്. കുമരനെല്ലൂർ കയ്യെഴുത്ത് പ്രതികൾക്കായി കേന്ദ്ര സർക്കാർ ഹെറിറ്റേജ് മിഷൻ അംഗീകരിച്ചു. തിരിച്ചുവരവ് നടത്തിയ ലക്ഷ്യ സെൻ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടി ഈ വർഷത്തെ ആദ്യ കിരീടത്തിനായുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. അഗ്നികുൾ 150 കോടി രൂപ സമാഹരിച്ചു. പുതിയ റോക്കറ്റ് ക്യാമ്പസ് വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു. കാസർഗോഡ് ഭക്ഷ്യവിഷബാധയേറ്റ് 40 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ജുറുരു വാഗുവിന്റെ വെള്ളപ്പൊക്ക സംരക്ഷണ ബണ്ട് നിർമ്മാണം ആരംഭിക്കുന്നു. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ സ്കൂളിന് സമീപം 160-ലധികം ജെലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തി. അന്വേഷണം നടക്കുന്നു. എറണാകുളത്ത് നിന്ന് രൂപമാറ്റം വരുത്തിയ 15 ടൂറിസ്റ്റ് ബസ്സുകൾ MVD പിടിച്ചെടുത്തു. ബഹിരാകാശ സ്റ്റാർട്ടപ്പ് അഗ്നികുൾ കോസ്മോസ് $500 മില്യൺ മൂല്യനിർണ്ണയത്തിൽ പുതിയ ഫണ്ടിംഗ് റൗണ്ടിൽ 150 കോടി രൂപ സമാഹരിച്ചു. തെറ്റിദ്ധാരണ പരത്തുന്ന വിവരങ്ങൾക്കെതിരെ എക്സ് നടപടിയെടുക്കുന്നു. എല്ലാ അക്കൗണ്ടുകളുടെയും രാജ്യം ഇപ്പോൾ പ്രദർശിപ്പിക്കും. കേരളം 2ാം തലമുറ നഴ്സുമാരുടെ ജർമ്മനിയിലേക്കുള്ള കൂട്ടപലായനത്തെ സഹായിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.